ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം, ദ ബ്രെഡ് ഓഫ് ലൈഫ്. സ്വർഗസ്നായ നമ്മുടെ പിതാവിനെ എപ്രകാരം നമ്മൾ ആ ദൈവത്തിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമെന്നൊന്നും പ്രാർത്ഥിക്കുമല്ലോ. അതെങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ടു Deuteronomy 14:2, യു ആർ എ ഡിഫറെൻറ്റ് പീപ്പിൾ, യു ആർ ഹോളി പീപ്പിൾ. എൻ്റെ മക്കളാണ് നിങ്ങൾ. രണ്ടാമത്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ ജനമാണെന്ന്. അത് തന്നെ നമ്മൾ പുതിയ നിയമത്തിലും നമ്മളോട് സംസാരിക്കുന്നു. അത് ദൈവം ഇസ്രായേൽ മക്കളോട് സംസാരിച്ചതാണ്. ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത് 1 പത്രോസ് അതിൻ്റെ 2:9 പറയുകയാണ്. 1:13 ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ എന്ന്. സോ യു ഷുഡ് ഹാവ് എ ഹോപ്പ് ഓഫ് ഹിസ് സെക്കൻഡ് കമ്മിങ്. നമ്മളെല്ലാം അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്, അല്ലേ? നമ്മളെ തന്നെ ഒരുക്കണം. അനേകം പേരെ നമ്മൾ കൂടി ഒരുക്കണം. നമ്മുടെ ഈ ജീവിതമൊക്കെ താൽക്കാലികമല്ലേ? എത്ര നാൾ ഇവിടെ ജീവിക്കും? ഉള്ള സമയമെല്ലാം കർത്താവിന് വേണ്ടി ഫലം കായ്ച്ച് സ്വർഗത്തിൽ എങ്ങനെയെങ്കിലും എത്തണം. പൗലോസ്ലീഹ അതാ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഐ ഷുഡ് ഹാവ് റെസറക്ഷൻ വിത്ത് ഓൾ ദ സെയിൻസ് എന്ന്. മറ്റുള്ളവരുടെ കൂടി ഒരു പുനരുത്ഥാനം എനിക്കും ലഭിക്കണം എന്ന് അങ്ങനെ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞാൽ നമ്മളെത്രമാത്രം അങ്ങനെ നമ്മളെ തന്നെ ഒരുക്കണം. അനേകം പേരെ സ്വർഗത്തിലേക്ക് ആനയിക്കുവാൻ നമ്മൾ പ്രയാസപ്പെടണം. അതാണ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ ആകെയാണ് നിങ്ങളുടെ മനസ്സ് ഉറപ്പിക്കണമെന്ന്. ഒന്നാമത് തന്നെ ഒരു ഉറച്ച മനസ്സ്, ഒരു സ്ഥിരതയുള്ള ഒരു മനസ്സ് വേണം. രണ്ടാമതായിട്ട് നിങ്ങൾ വരുവാനുള്ള ആ കൃപയിൽ പ്രത്യാശ വയ്ക്കണമെന്ന്. യേശുവിൻ്റെ പ്രത്യക്ഷതയുണ്ടല്ലോ, ആ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നമ്മൾ പ്രത്യാശ എന്നും ഉണ്ടാകണം. ഇന്ന് വന്നെങ്കിൽ ഞാൻ റെഡിയാണോ? ഇന്ന് വന്നെങ്കിൽ നാളെ ഇല്ല, നാളെ പറയാൻ പറ്റിയല്ല. ഇന്ന് വന്ന് ഞാൻ റെഡിയാണോ? ഞാൻ എത്ര പേരെ കൊണ്ടുപോകും? എനിക്ക് കിരീടം ലഭിക്കുമോ? ഇങ്ങനെയൊക്കെ നമ്മളെ തന്നെ എക്സാമിൻ ചെയ്യണം. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത്, മീൻസ് അറിവില്ലാത്ത നാളത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുമെന്ന്. കണ്ടോ? എല്ലാ നടപ്പിലും വിശുദ്ധരാകണം, അനുസരണയുള്ള മക്കളായിരിക്കണം, വിശുദ്ധരായി നടക്കണം എന്നാണ് പത്രോസ്ലീഹ എഴുതുന്നത്. അതുപോലെ തന്നെ നമ്മൾ മക്കൾ എല്ലാ നടപ്പിലും വിശുദ്ധരാകുവാൻ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധനായിരിപ്പിൻ എന്ന് ദൈവം പറയുകയാണ് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു. ഒരു ദിവസം ന്യായാസനത്തിൽ എല്ലാവരും നിൽക്കണം. ഏത് റിലീജിയനാണല്ലോ, ഏത് മതമാണല്ലോ, ഈ ലോകത്തിൽ ദൈവം